സുഹൃത്തുക്കളെ, ഇപ്പം ഇതുപോലത്തെ ഒരു ചർച്ച ചെയ്യുന്നത് കേട്ടപ്പോഴത്തേന് എന്നെ സംബന്ധിച്ച് വളരെ കുറച്ചേറെ പുതിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു പുസ്തകം സമൂഹത്തിൽ ചലിക്കുന്നത് എന്നൊക്കെ ഉള്ള കുറേയേറെ അറിയാൻ കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പുസ്തകത്തിൻ്റെ ഒരു രചനയെ പറ്റിയാണ് എനിക്കൊന്ന് പറയാം. 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചൊരു 10-30 വർഷമെങ്കിലും ആയിട്ട് എഴുതുന്ന മനുഷ്യനാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു 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 വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 10ാം ഒരു പറഞ്ഞ പോലെ ഒരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പം തന്നെ പുസ്തകം ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. മാസികകളും ഈ പറഞ്ഞ പോലെ കുട്ടിക്കഥകളും ഒക്കെ വായിക്കാനും കഥകൾ കേൾക്കാനൊക്കെ ചെയ്തുകൊണ്ട് സാഹിത്യവും സാഹിത്യവും സംസ്കാരവും ഒക്കെ കൂടിക്കലർന്ന ഒരു മനുഷ്യനായിട്ട് ഞാൻ ഈ സമൂഹത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 50-60 വർഷമായി കഴിഞ്ഞു. അതിനിടയിൽ ബോധപൂർവം ഇതിനെയൊക്കെ സമീപിക്കേണ്ട കാര്യമാണെന്നുള്ളത് എങ്ങനെയാണ് ബോധപൂർവ്വം, ഇപ്പോൾ ഒരു ആസ്വാദകൻ എന്ന നിലയിലല്ല, പുസ്തകം വായിച്ച് ആസ്വദിച്ച് നമുക്ക് കടന്നു പോകാൻ കഴിയും, നോവലുകൾ. പക്ഷേ നോവൽ വായിക്കുകയാണെങ്കിൽ ആ നോവലിൽ ഒരു ചരിത്രമുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ഒരു പ്രശ്നമുണ്ട് എന്ന രീതിയിൽ അതിനെ വേറൊരു വിധത്തിൽ വായിക്കാൻ തുടങ്ങിയത് ഒരു 10-20 വയസ്സൊക്കെ ആയപ്പോഴാണ്. ഒരു PDC ഒക്കെ കഴിഞ്ഞപ്പോൾ, PDC കാലഘട്ടത്തിലൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഭാവനാത്മകതയിൽ നിന്ന് മാറി ഇതിലൊരു പ്രായോഗികപരമായി വായിക്കാൻ തുടങ്ങുന്നൊരു ഘട്ടത്തിൽ ഉണ്ടായ ഒരുപാട് അങ്ങനെ വായനയുടെ ഒരു പശ്ചാത്തലം ഇതിനുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് എനിക്ക് സഹായകരമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെങ്ങനെയാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് വളരെ ഞാൻ എൻ്റെയൊക്കെ ഒരു തലമുറയുടെ കാര്യം കൂടെ പറയുന്നത്, നിങ്ങളുടെ അല്ല ഞാൻ പറയുന്നത്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ, പുതിയ തലമുറ, എന്നെക്കാളുമൊക്കെ എൻ്റെ പറഞ്ഞ പോലെ പകുതി പ്രായം പോലും ഇല്ലാത്തവർ ആയ ആൾക്കാർ, അവരുടെ അകത്തേക്ക് പുസ്തകം എത്തുമ്പോൾ നിങ്ങളിപ്പോൾ ഉള്ളവരായിരിക്കും വായിക്കുള്ളതെന്ന് എനിക്കറിയാം. ഏറെക്കുറെ എൻ്റെ വായനക്കാർ ഇപ്പോഴും ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ തന്നെയാണ്. ഗൗരവപ്പെട്ട കുറച്ച് പേരുണ്ടെങ്കിൽ പോലും എൻ്റെ ലേഖനങ്ങളൊക്കെ നല്ല എല്ലാ കാലത്തും ഞാൻ ചെറുപ്പം മുതലേ, ഞാൻ എഴുതുന്ന കാലഘട്ടം മുതലേ വളരെ ചെറുപ്പക്കാരുടെ ഒരു വായന എനിക്ക് കിട്ടിയിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ പുസ്തകത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വേണ്ടത്, കഴിഞ്ഞ 30-40 വർഷത്തെ രാഷ്ട്രീയ ചിന്തയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ഏതൊക്കെ വേണ്ടി, ഇപ്പം വിപുലമായിട്ടുള്ളൊരു ചെറിയ പുസ്തകം എഴുതുമ്പോഴത്തേന് അതിൽ വേണ്ടി വരുന്ന പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന് ഉദാഹരണം പറഞ്ഞാൽ VP സിംഗ്. നമുക്കൊരു VP സിംഗിനെ പറ്റി ഒരു സാധാരണ ഒരു പത്രപ്രവർത്തനം എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു എഴുതുന്ന പോലെ അല്ല ഞാൻ എഴുതുന്നത്. പക്ഷേ എന്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് VP സിംഗ് രൂപപ്പെട്ടത്, VP സിംഗ് എങ്ങനെയാണ് നിലനിന്നത്, അല്ലെങ്കിൽ VP സിംഗിൻ്റെ ഒരു സ്മരണയുടെ പ്രശ്നം എന്താണ്, അതേപോലെ യോദ്ധാസി പണ്ഡിതർ, അങ്ങനെ പ്രധാനപ്പെട്ട, അതേപോലെ ഫ്രാൻസിലെ നടന്നിട്ടുള്ള നാസി അധിനിവേശ കാലത്ത് സാർത്ര എടുത്ത നിലപാടുകൾ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വിയറ്റ്നാം യുദ്ധ ഘട്ടത്തിൽ ലോകത്തിലുണ്ടായിരുന്ന പല തരത്തിലുള്ള ഇടപാടുകൾ, അതുപോലത്തെ വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ 30 വർഷത്തെ എനിക്ക് അറിഞ്ഞിരുന്ന, എനിക്ക് വായനയിലൂടെയും പലതരത്തിലുള്ള ബന്ധങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലും അറിഞ്ഞതിൽ എങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മയിൽ കുറിച്ച് വെക്കപ്പെടേണ്ടെന്നുള്ളൊരു തോന്നലും കൂടിയുണ്ട് ഈ പുസ്തകത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കം എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അത് സമൂഹത്തിന് ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ തലമുറയ്ക്ക്, ചെറുപ്പക്കാരെ സംബന്ധിച്ച് പലതും ഓർക്കപ്പെട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്നത് അതിനെയാണ് ഞാൻ തിരിച്ചു പിടിക്കാൻ നോക്കിയത്. അതാണ് ഈ ബാബുവും അവരൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു, അരുണും നൂറൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു. അതിനൊരു പറഞ്ഞ പോലെ ഒരു ബുദ്ധിജീവി ആകാൻ എഴുതിയതോ അല്ലെങ്കിൽ എനിക്കൊരു ഗ്രന്ഥകാരനാകാൻ എഴുതിയതല്ല അത്. മറിച്ച് വളരെ പ്രധാനപ്പെട്ട, ഇപ്പം ഇതിൻ്റെ പേര് തന്നെ പ്രത്യാശയുടെ തുടിപ്പുകൾ എന്ന് പറയുന്നത് ഒരു പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ പാലസ്തീനെ പറ്റി ബന്ധപ്പെട്ട് ഞാൻ എഴുതുമ്പോൾ അതിൻ്റെ ഓർമ്മ കണ്ടുപിടിക്കുന്നത് എനിക്ക് തോന്നുന്നത് ചാർലി ചാപ്ലിൻ നടത്തിയൊരു യുദ്ധവിരുദ്ധ പ്രസംഗത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസിൻ്റെ ചില സ്മരണകൾ, അദ്ദേഹത്തിൻ്റെ ചില റൈറ്റിംഗ്, അങ്ങനെ പ്രധാനപ്പെട്ട വളരെ ശക്തമായ ചില റെഫറൻസുകളാണ് അതിലുണ്ടായി വന്നത്. അതിനെപ്പറ്റി എൻ്റെ ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ എന്നെ ആദ്യം വിളിച്ച ബിനോയിയാണ്. ഞാൻ വളരെയധികം
ശ്രദ്ധിക്കുന്ന, വളരെയധികം എന്നെ തന്നെ രൂപപ്പെടുത്താൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു ആളാണ് PJ ബിനോയ്. അദ്ദേഹം എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഈ പുസ്തകത്തിൻ്റെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ റെഫറൻസുകൾക്കൊരു പ്രത്യേകതയുണ്ട്. കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടൊരു എഴുത്തുകാർ അത് ഓരോ ഇതിലും മിക്കവാറും ആരുടെയെങ്കിലും ഒരു ഇതുണ്ടാവും, ഒരു ചെറിയ ഉദ്ധരണി ഉണ്ടാവും. ഈ ഉദ്ധരണി കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് വളരെ ബോധപൂർവമായിട്ട് ശ്രമിച്ചതാണ്. അതാണ് എന്നോട് ബിനോയ് പറഞ്ഞത്. അത് വളരെ വിചിത്രമായിരിക്കുന്നു. വളരെ നമ്മുടെ കാലമെന്ന് പറയുന്നതിനെ, അവിടെയുള്ള സമയമെന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻ്റലക്ച്വലായിട്ട് സമീപിക്കാൻ കഴിയുന്നത് എന്ന് തുല്യമായൊരു ശ്രമം അതിനകത്തുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഈ പുസ്തകം ശരിക്കും ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തെ പുസ്തകമാണ്. ഇപ്പം കഴിഞ്ഞ കാലഘട്ടത്തിൽ പലരും എഴുതുന്ന ഗ്രന്ഥപാരായണ ഘട്ടത്തിലേക്കാണെങ്കിൽ ഇന്ന് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ വായനയുടെയും സോഷ്യൽ മീഡിയ റൈറ്റിങ്ങിൻ്റെയും കാലത്തെ പുസ്തകമാണ്. അതനുസരിച്ച് അതിനൊരു കുറച്ചും കൂടെ പറഞ്ഞ പോലെ കുറച്ച് ചെറിയ ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ്. നേരത്തെ മറ്റുള്ളൊരു എഴുത്ത് ഗഹനമായ ഗ്രന്ഥപാരായണത്തിൻ്റെ എഴുത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ കാലത്തെ ആക്ടിവിസത്തിൻ്റെയും ദ്രുതഗതിയിലുള്ള ചലനം, നമ്മുടെ ചലനത്തിന് വളരെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഓരോ ദിവസവും അറിവുകൾ നമ്മുടെ അടുത്ത് കൂടെ വചിന്ന് പോകുന്നതനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും മാറുവാണ്, നമ്മൾ ഓരോ മൊമെൻറ്റിലും മാറുവാണ്, മാറിക്കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞ ഈ ഗ്രന്ഥപാരായണ ഘട്ടം എന്ന് പറയുന്ന കഴിഞ്ഞ 2-3 നൂറ്റാണ്ടായ ലോകത്ത് വളരെ ശക്തമായി നിന്നിരുന്നൊരു കാര്യം, അതിൻ്റെ മാറ്റം നമുക്ക് തരുന്നത്, ഗ്രന്ഥങ്ങളിലൂടെ നമ്മുടെ മാറ്റം തരുന്നതിൻ്റെ ഒരു ചലനവേഗം വളരെ കുറവായിരുന്നു. ആ ചലനവേഗത്തിൻ്റെ കാലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചലനവേഗത്തിലേക്ക്, സോഷ്യൽ മീഡിയയുടെ ചലനവേഗത്തിലേക്ക് കടന്നു വന്ന ഒരാളെന്ന നിലയിൽ പുതിയൊരു ഗ്രന്ഥ രചന നിർവഹിക്കുമ്പോൾ അതിൽ പറ്റുന്ന രീതിയിലുള്ള ഭാഷയും അതനുസരിച്ച കണ്ടൻറ്റും അതിൽ പറ്റുന്ന ഓർമ്മകൾ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ VP സിംഗിനെ പറ്റി പറയുന്നതിനെ പറ്റിയും ഇതിൽ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ ഇതിൽ വളരെ പ്രധാനപ്പെട്ട 2 ലേഖനങ്ങളുണ്ട്. അവൻ അരുണിനോട് പറഞ്ഞതാണ്. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭ്രമയുഗത്തെ പറ്റി ഒരു ലേഖനവും അനന്തരം മഹാബലിക്ക് എന്ത് സംഭവിച്ചു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ലേഖനം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ് എനിക്കും അതാണ് 2 ഇഷ്ടപ്പെട്ടത്. അത് ഇതുവരെയായിട്ടും കേരളത്തിൽ അത് 2 മാധ്യമത്തിൽ വന്നതാണെങ്കിൽ പോലും ഞാനെൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് പോലും ഒരു 10-15 പേര് ലൈക്ക് ചെയ്തുള്ളൂ, ആരും ശ്രദ്ധിച്ചിട്ടുമില്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 ലേഖനങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിന് നമ്മളൊരു വലിയ ഭാവനാപരത ഉണ്ടായിരുന്നു ആ ലേഖനത്തിൽ. അത് 2നും ഉണ്ട്. ഈ മഹാബലി എന്ന് പറയുന്നതിൻ്റെ ബിംബം നിർമ്മിക്കപ്പെട്ടതിൻ്റെ പിന്നിലെ സ്ട്രഗിളുകൾ, ആ സ്ട്രഗിള് സാധാരണ രീതിയിൽ അല്ലാത്ത രീതിയിൽ കുറച്ച് ഇന്നത്തെ പ്രപഞ്ചബോധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഭ്രമയുഗത്തെ പറ്റിയുള്ള വിമർശനം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ഈ ഗ്രന്ഥപാരായണക്ഷമതയെ എന്ന അടിസ്ഥാനത്തിൽ നിന്ന് മാറി ഇന്നത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കാലത്തിലേക്ക് ഇത് പ്രവേശിപ്പിക്കാനായിട്ടുള്ള സന്നിഗ്ധമായൊരു ഭാഷ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സൂക്ഷ്മമായ വേറൊരു ഭാഷ ഉപയോഗിച്ച് അത് കുറച്ചും കൂടെ ചൈൽഡിഷാണ്, കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന ഭാഷയിലേക്ക് വന്നതാണ് ഇതിൻ്റെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിൻ്റെ കാര്യം. രണ്ടാമത്തെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ പുസ്തകം ഭാഷ പോലെ തന്നെ ഒരു തലക്കെട്ടി ഞാനൊരു ടോണി മൊറീസിൻ്റെ ഒരു കുറിപ്പ് ഒരു ഭാഗം ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്. പ്രമാണവാദം. ഇപ്പം യൂറോസെൻട്രിസം നമ്മളെല്ലാവരും വിമർശിക്കുന്ന ആൾക്കാരാണ്, യൂറോസെൻട്രിസത്തിന് വിരുദ്ധരാണ്. പക്ഷേ യൂറോസെൻട്രിസത്തിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആഫ്രോസെൻട്രിസം വെക്കുക ആവുന്നില്ല. സവർണവാദത്തിന് എതിർക്കുന്നതിന് തന്നെ ഒരു ദലിത്വാദം വെച്ചുകൊണ്ട് അങ്ങനെയല്ല അതിൻ്റെ ഒരു പ്രവണത വേണ്ടത്. അല്ല, പുരുഷാധിപത്യത്തിനെതിരെയുള്ള പകരം ഒരു സ്ത്രീ ആധിപത്യമല്ല വേണ്ടത്. ഇതൊരു പ്രമാണപരമാണ്. അതൊരു പ്രത്യേക രീതി, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്ന് പറയുന്ന ടോണി മൊറീസിൻ്റെ ഒരു വാക്ക് ഞാൻ പറയുന്നുണ്ട്. ഇത് ഞാൻ എല്ലാ കാലത്തും ജീവിതത്തിൽ പാലിച്ചിട്ടുള്ളത്. അതായത് ദലിതവാദം എന്നും പറയുന്നൊരു ഭാഗത്ത് ഞാൻ നിൽക്കുന്നുണ്ടാവാം, പക്ഷേ സവർണവാദത്തിന് അതേ ബലമുള്ള അതുപോലെ തന്നെയുള്ള ദലിതവാദം കൊണ്ടല്ല ചോദ്യം ചെയ്യേണ്ടത്. മറിച്ച് വിവിധ തരത്തിലുള്ള അടലുകളുള്ള വിവിധ ഉൾക്കൊള്ളലുകൾ സാധ്യമായ കുറച്ചേറെ ഉൾക്കൊള്ളലുകൾ ഉണ്ട്. പലതിനെ സന്നിഹിതമാകുന്ന ഒരു രീതിയിലാണ്. അത് തന്നെയാണ് ഈ പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് പ്രത്യേക ഒരു പക്ഷത്തിലേക്ക് വരുന്നത്, പക്ഷേ ഈ പക്ഷമുണ്ട് എന്നുള്ളതാണ്. ഈ ദലിത് പക്ഷമുണ്ട്, മുസ്ലിം പക്ഷമുണ്ട്, സ്ത്രീപക്ഷമുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ പ്രമാണവാദപരമായിട്ട് അതിൻ്റെ
ഇതിന് പകരം വെക്കുക എന്നുള്ളതല്ലാത്ത രീതിയിൽ കുറച്ചും കൂടെ ട്രാൻസ്ഫോർമേറ്റീവായ ഒരു നിലപാടാണ് എനിക്ക് ഈ പുസ്തകത്തിൽ ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ സൈദ്ധാന്തികമായിട്ട് പറഞ്ഞ പോലെ തന്നെ ഈ കാലത്ത് നമ്മൾ ഒരുപാട് ചലഞ്ചിന് വിധേയമായിക്കൊണ്ട് നിൽക്കുന്ന ഘട്ടമാണ്. ഇപ്പം ബാബു സൂചിപ്പിച്ച പോലെ തന്നെ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന നമ്മുടെ ഓരോ വാക്കിലേക്കും നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയുന്ന രീതി മതരാഷ്ട്രവാദികളാണ്, വർഗീയവാദികളാണ്, അല്ലെങ്കിൽ ജാതിവാദമാണ് പറയുന്നത്. അതായത് നമ്മൾ പറയുന്നതും പ്രയോഗിക്കുന്ന എന്തും വലിയ കുറ്റകൃത്യം പോലെ സമൂഹത്തിൽ മുഴങ്ങി നിൽക്കുന്നൊരു കാലഘട്ടമാണ്. ഫാസിസ്റ്റ് കാലഘട്ടം അങ്ങനെ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ സൂപ്പർ ഫാസിസ്റ്റ് ഈ അതിഭീകരമായ യൂറോപ്യൻ വംശീയവാദികൾ പറയുന്നത്, അവിടുത്തെ കറുത്തവരെ പറ്റി പറയുന്നത് എന്താണോ അതിന് തുല്യമായ രീതിയിൽ പൂർണ്ണമായി അടച്ച് കളയുന്ന, നമ്മുടെ അസ്തിത്വത്തെ തന്നെ അടച്ച് കളയുന്ന രീതിയിൽ, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വലിയൊരു വ്യവഹാരത്തിനകത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഏത് നിമിഷവും നമ്മൾ ഇപ്പം ഇന്നലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിൽ എന്തോ ഒരു കുറിപ്പ് ഒരു വിവാദത്തിൽ ഇടപെടുമ്പോഴത്തേന് ഉടനെ അത് എന്നെ അനുകൂലിച്ചുള്ള ആൾക്കാർക്ക് പോലും പറയുന്നു ഉടനെ തന്നെ മൗദൂദിയുടെ ഇപ്പം എന്നെ മൗദൂദി എന്ന് വിളിക്കല്ല, ഇപ്പം മിണ്ടുന്നവരാരും മൗദൂദിയുടെയോ മതരാഷ്ട്രവാദിയുടെയോ എന്നാണ് ഇപ്പം പറയുന്നത്. പണ്ടാണെങ്കിൽ ഗ്രന്ഥപാരായണ യുഗം എന്ന് പറയുന്ന കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞ പോലെ 30-40 വർഷം മുമ്പ് ഞാനിതൊക്കെ എഴുതിയാളാണ്. മൗദൂദിയെ പറ്റി ഒരു 20 വർഷം മുമ്പൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്ര ആരോപണങ്ങളില്ലെങ്കിൽ ഇന്ന് നമ്മൾ മിണ്ടിയാൽ തന്നെ അത് മൗദൂദിയെ പറ്റി ആവണം. മൗദൂദിയെ ചിലപ്പോൾ നിങ്ങൾ വഴക്കുറയായിരിക്കും, എതിർക്കുമായിരിക്കും. പക്ഷെ അയാളും മൗദൂദി അത് മാറുന്ന രീതിയിൽ വല്ലാത്ത രീതിയിലൊരു കുഴമറിച്ചിൻ്റെ ഒരു വലിയ സംഭവം നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതുപോലത്തെ വിഷയങ്ങളെ നമുക്ക് കടന്നു പോകാൻ കഴിയുമെന്നുള്ളത് എനിക്ക് തോന്നുന്നത് അതാണൊരു പ്രധാനമായ ഒരു പ്രശ്നം. അതിന് ഞാൻ എൻ്റെ ഒരു തോന്നൽ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായ ചില സന്ധികൾ, ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ തന്നെ കഴിഞ്ഞ ഒരു 30 വർഷത്തെ മനുഷ്യർ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ശ്രമങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സഫറിങ്, പാലസ്തീൻ, വിയറ്റ്നാം യുദ്ധങ്ങൾ, അതുപോലെ അതിൽ തന്നെ സ്ത്രീകളും കുട്ടികളും അവരനുഭവിച്ച പ്രശ്നങ്ങൾ, പ്രകൃതിയുടെ മേലുള്ള നാശനഷ്ടങ്ങൾ, ഇങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ അതിർത്തികൾ വികസിച്ച് വന്നതും നമ്മുടെ അകലങ്ങൾ കുറഞ്ഞു വന്നതും സംവാദങ്ങൾ പുതിയ മേഖലകൾ തുറന്നു വരികയും അങ്ങനെ പുതിയൊരു പൊതുമണ്ഡലം എന്ന നിലയിൽ തുറന്നു മാറുകയും അതിൽ നിരന്തരം നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രത്യാശയാണ്. ആ അർത്ഥത്തിൽ ഈ പ്രത്യാശ വരും പറഞ്ഞ പോലെ ഇതൊരു ഇരുട്ട് എന്ന് പറയുന്ന വലിയൊരു മേഖല സ്വയം വെളിച്ചം തന്നെയായി മാറുന്ന വളരെ സങ്കീർണമായ രീതിയിൽ ലോകത്തെ കാണുന്നൊരു പശ്ചാത്തലം ഈ പുസ്തകത്തിനുണ്ട്. അതാണ് എനിക്ക് ആകെയായിട്ട് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഭാഷയെപ്പറ്റി ഇത് ഓരോന്നും പറയേണ്ടി വരും. പിന്നെ ഞാനിത് സമർപ്പിച്ചത്, എൻ്റെ ആദ്യത്തെ പുസ്തകം ഞാൻ സമർപ്പിച്ചത് മറ്റൊരു ജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പം അത് സമർപ്പിച്ചത് ദേവരാജൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിനായിരുന്നു. രണ്ടാമത്തെ പുസ്തകം സമർപ്പിച്ചത് ജെനി റോബീനയ്ക്കായിരുന്നു. മൂന്നാമത്തെ പുസ്തകം സമർപ്പിച്ചത് ജാൻസി എൻ്റെ വൈഫിനായിരുന്നു. നാലാമത്തെ പുസ്തകമാണ് എനിക്ക് അത് അഷ്റഫിനാണ് സമർപ്പിച്ചത്. അഷ്റഫിനോട് ഞാൻ അരുണിനോടൊക്കെ ഇത് ചോദിച്ചിട്ടാണ് അവനോട് എങ്ങനെയാണ് ആർക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാനോട് പറഞ്ഞു ഞാൻ അഷ്റഫിനെ സമർപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ ശരിയാണ്. അപ്പം അതിന് കാരണമുണ്ട്. ഈ ന്യൂനപക്ഷ പ്രശ്നങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി വരുമ്പോഴത്തേന് അതിശക്തമായി കുറ്റപ്പെടുന്ന കുറേ പേരാണ് ഞങ്ങളൊക്കെ. ഇപ്പം ബാബു ആയാലും ഇപ്പം മുസ്ലിങ്ങൾ കുറ്റപ്പെടുത്തപ്പെടുന്നില്ലല്ല, നിങ്ങളാരും കുറ്റപ്പെടുത്തപ്പെടുന്നില്ലെന്നല്ല പറയുന്നത്, വളരെ ശക്തമായ രീതിയിൽ കുറ്റപ്പെടുത്തുകയും ഒരുപാട് സാധ്യതകൾ നിരാകരിക്കപ്പെട്ട ലോസുകളിലൂടെ പോകുന്നവരുമാണല്ലോ ഞങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മളുമായിട്ട്, പക്ഷെ അതിനകത്ത് ഈ കാലഘട്ടത്തിലുള്ളിൽ ശക്തമായി മുന്നേറാനും ആ വോയിസിനെ സ്ഥാപിച്ച് നിർത്താനും ആ വോയിസിനൊരു ശക്തി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഒരു 20 വർഷം മുമ്പ് ഞാൻ മുസ്ലിം ക്വസ്റ്റ്യനൊക്കെ പറയുമ്പോഴത്തേന് ആരും എതിർക്കുന്നില്ലെങ്കിലും ശത്രു തന്നെ ആയിരുന്നു. പക്ഷെ ഇന്നതല്ല, സോഷ്യൽ മീഡിയ കാലഘട്ടത്ത് ഇതൊരു സംവാദപരവും ശക്തമായൊരു പ്രകമ്പനപരമായി മാറാൻ കഴിയുന്ന രീതിയിൽ കുറേയേറെ പേര്
ഉണ്ടായി വരുന്നുണ്ട്. അതിനെ സഹായിക്കുന്ന രീതിയിൽ ഒരു അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ തന്നിട്ടുള്ള, പ്രത്യേകിച്ച് മുസ്ലിം ക്വസ്റ്റ്യനിലേക്ക് കടന്നു പോകണം. കാരണം മുസ്ലിം ക്വസ്റ്റ്യനിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മതമായിട്ട് എനിക്ക് രണ്ട് വായന ശരിക്കും ഉള്ളത് ഹിന്ദു ഗ്രന്ഥങ്ങൾ ഞാൻ ഏറെക്കുറെ ചെറുപ്പം മുതലേ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്. ഉപനിഷത്തുകളായാലും രാമായണം ഭാരതമൊക്കെ ഞാൻ കുറച്ചേറെ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സ്വന്തം താല്പര്യമുണ്ട്, അതായത് എൻ്റെ ഒരു സാഹിത്യപരമായ താല്പര്യമുള്ള മനുഷ്യനായതുകൊണ്ട് ബൈബിളും ഒക്കെ ആയിട്ട്, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല വായിക്കും. പക്ഷേ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ്, മതവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടും വായിച്ചിട്ടില്ലായിരുന്നു, വായിക്കേണ്ടി വന്നിട്ടുമില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. ചെറുപ്പം മുതലേ എല്ലാവരും നല്ല വലിയ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാം മതവിരുദ്ധരായതുകൊണ്ട് നമുക്ക് ആ സമുദായത്തെപ്പറ്റി പരമ വെറുപ്പല്ലാതെ അവർക്കൊന്നുമില്ല. അത് ഇപ്പോഴത്തെ നമ്മുടെ ഈ പല യുക്തിവാദികളെ നമ്മൾ കാണാൻ പാടില്ല, ഭയങ്കര വെറുപ്പല്ലേ ഇവർ പ്രകടിപ്പിക്കുന്നത്. ഇവന്മാരുമായിട്ട് നമ്മളൊരു 30 വർഷം ജീവിച്ചിട്ട് അവർക്ക് ആകെ പരദേഷ്യമല്ല, വേറൊന്നുമില്ല. പിന്നീട് എനിക്ക് മുസ്ലിം മതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നതിന് കാരണം ഞാൻ ചില ഒരു സാഹിത്യ പഠനം, അതായത് എനിക്ക് മുസ്ലിങ്ങൾ ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്നതിന് എനിക്ക് വേണ്ടി വന്നത് കേരളത്തിലെ ചില സിനിമകൾ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. ഈ രഞ്ജിത്ത് ഒക്കെ എടുത്ത 2-3 സിനിമകളുണ്ട്, അതിനെപ്പറ്റി ഒരു പഠനം ഞാൻ മറ്റൊരു ജീവിത സാഹിത്യമാണെന്ന് കുറിച്ച് പഠിക്കുമ്പോഴത്തേന് മുസ്ലിമിനെ കൈകാര്യം ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ദലിതനെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. ഇപ്പം മലയാള സിനിമയിൽ ദലിതരെ കൈകാര്യം ചെയ്യുകയാണ് പല വിധത്തിൽ. ഇപ്പം മണി ഒരു കഥാപാത്രമായിട്ട് നായകനായി വന്നാലും പരിചാരകനായി വന്നാലും ഉടമയായിട്ട് അടിമയായി വന്നാലും കൈകാര്യം ചെയ്യുന്നതിൻ്റെ രീതിയുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് മുസ്ലിങ്ങളെ ഇങ്ങനെ തന്നെ വേറൊരു വിധത്തിൽ കൈകാര്യം ചെയ്യുകയാണെന്ന് എനിക്ക് പിടികിട്ടിയത്. അതായത് മുസ്ലിം ഒന്ന് മിണ്ടുവാണെങ്കിൽ അവനെ 5 തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന അത്ര വിൽ പവറിലാണ് മുസ്ലിമിനെതിരെ നിലനിൽക്കുന്നത്. എനിക്ക് ലേഖനം എഴുതിയപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അപ്പോഴാണ് എനിക്ക് ക്യൂരിയോസിറ്റി വർദ്ധിച്ചത്. ഈ സമയത്താണ് ഈ ലവ് ജിഹാദ്, അതേ സമയത്താണ് ഏറെക്കുറെ ലവ് ജിഹാദൊക്കെ കേരളത്തിൽ രൂപപ്പെടുന്നു, ഉണ്ടാവുന്നു. ആ ചർച്ചകൾ വന്നാൽ എനിക്ക് പിടികിട്ടി. കാരണം ലവ് ജിഹാദ് എന്ന് പറയുന്നത് ശരിക്കും ഹിറ്റ്ലറുടെ കാലത്തുണ്ടായത് ഹിറ്റ്ലറിസം തന്നെയാണത്. ഫാസിസത്തെ പറ്റി കുറച്ചേറെ ചെറുപ്പം മുതലേ വായിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന മുസ്ലിങ്ങളെ പറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും ഹിറ്റ്ലർ ജർമ്മനി നടത്തിയിട്ടുള്ളതാണ് പെട്ടെന്ന് പിടികിട്ടി. ഈ സമയത്താണ് അഷ്റഫും സാദിഖുമായിട്ട് എനിക്കൊരു, എങ്ങനെയാണ് അവരെൻ്റെ ലേഖനങ്ങൾ വായിച്ച് എന്നോട് ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെയാണോ ആ ചെറുപ്പക്കാരൻ എന്നോട് ബന്ധപ്പെട്ടു, പക്ഷെ അതൊരു ദൃഢബന്ധമായി മാറി നിരന്തരമായിട്ട് സംവദിക്കാൻ നടക്കാനും മുസ്ലിം കമ്മ്യൂണിറ്റിയെപ്പറ്റി മുസ്ലിം മതത്തെ പറ്റിയൊക്കെ കൂടുതൽ അറിയാനും, എങ്കിൽ പോലും ദൈവശാസ്ത്രപരമായിട്ട് എനിക്കില്ലെങ്കിൽ പോലും ഇതൊക്കെ അറിയാനും, അങ്ങനെ ഒരു അപരം എന്ന് പറയുന്നതിൻ്റെ ഒരു മണ്ഡലം, പ്രത്യേകിച്ച് അപ്പോഴും ദലിതാണ് അപരം എന്ന് കണക്കാക്കിയതിനപ്പുറം അതിശക്തമായ ദേശീയ അപരരായിട്ട് മുസ്ലിങ്ങളെയും, അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ മുസ്ലിം ജനത എന്ന നിലയിൽ ലോക ചരിത്രപരമായ പ്രാധാന്യത്തെയും ഇസ്ലാമിൻ്റെ തന്നെ ലോകപരമായിട്ട് അതിൻ്റെ വിപ്ലവാത്മക സ്വഭാവത്തെയൊക്കെ പഠിക്കാനായിട്ട് ഗുണകരമായിട്ട് തന്നെ സഹായിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ടുള്ള ദൃഢ സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ പുസ്തകം ഞാൻ അഷ്റഫിന് സമർപ്പിച്ചിരിക്കുന്നത്. ആ അഷ്റഫ് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെയൊക്കെ തന്നെ ഒരു, ഇപ്പോഴും കേരളത്തിൽ അല്ല ഇന്ത്യയിലെ കാര്യമായിട്ട് അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു അംഗീകാരം കിട്ടിയ മനുഷ്യനുമല്ല. പക്ഷേ അതിലൊരു പരാതിയില്ല, കാരണം ദക്ഷിണിക ലോകത്തെപ്പറ്റി നല്ല സങ്കല്പമുള്ളതുകൊണ്ട് പുള്ളിക്കൊരു പരാതിയിൽ എന്നെ അംഗീകരിച്ചിരുന്നൊന്നും അങ്ങനെ ഒരു വികാരമൊന്നുമില്ല. ഭാഷയിലും വരുന്ന കാലത്ത് ഞാനതിൽ അദ്ദേഹത്തെ പറ്റി ഒരു ലേഖനം തന്നെ അതിലുണ്ട്. എന്തോ ഒരു മുന്നറിവുകൾ എന്ന് പറഞ്ഞൊരു ലേഖനം, അത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തെ പറ്റിയുള്ള ഒരു ചെറിയ കുറിപ്പ്, ഒരു ചെറിയ ലേഖനവും കൂടിയുണ്ട്. അഷ്റഫിൻ്റെ നഗ്ന ജീവിതത്തെ പറ്റിയുള്ള മുന്നറിവുകൾ എന്ന് പറഞ്ഞ ലേഖനമുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ പോലെ, അതുമുണ്ട്. അങ്ങനെ അഷ്റഫിനെ ഒരു സമർപ്പണമായ ലേഖനം ആ ലേഖനം സമർപ്പണം വെക്കാൻ കഴിഞ്ഞതിലും, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 30-40 വർഷമായിട്ട് ലോക ചരിത്രത്തിൽ തന്നെ പ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളെയും വെറും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടല്ലാതെ മാത്രം വ്യവഹരിക്കുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ, ഇത് മാത്രമല്ല പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കാലത്തെ ഒരു പുസ്തകം എന്ന നിലയിലും, അവസാനം പറയാനിരുന്ന കാര്യം ഇപ്പോഴാണ് ഓർത്ത് വന്നത്. യഥാർത്ഥത്തിൽ ഈ കാലത്ത് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട്, ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഈ യൂറോപ്പ്, പ്രത്യേകിച്ച് ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സിനെ പറ്റി ചില പുസ്തകങ്ങൾ, ഇപ്പോഴത്തെ പുതിയ കുറേയേറെ പുസ്തകങ്ങൾ നമ്മളുടെ ക്രിട്ടിക്, അതായത് ഇപ്പോഴും
പൊതുമണ്ഡലത്തിൽ എപ്പോഴും കാണുന്ന ക്ലാസിക്കൽ എന്ന് പറയുന്ന ന്യൂ ക്ലാസിക് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളല്ലാതെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഇപ്പോഴും ഇറക്കപ്പെടുന്നുണ്ട് പ്രതിരോധത്തിൻ്റെ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ബാക്ക് ലൈഫ്സ് മാറ്റർ പോലുള്ള അവരുടെ പുസ്തകങ്ങൾ. അമേരിക്കയിലൊക്കെ പുതിയ തരത്തിലുള്ള പ്രക്ഷോഭണങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചില പുസ്തകങ്ങൾ, പുതിയ കുറച്ച് സൈദ്ധാന്തികരുണ്ട്. ആ അവരെഴുതിയത് പോലെ ഇത് എഴുതിയത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മനസ്സിലായി, ഇപ്പോൾ എഴുതുന്ന സൈദ്ധാന്തിക രചനകൾ ഞാനൊക്കെ എഴുതുന്ന പോലെ തന്നെയാണ് പല യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ എഴുതുന്നത്, ബ്ലാക്സൊക്കെ എഴുതുന്നത്. പ്രത്യേകിച്ച് ഈ ബോൾ ഗിൽറോയ്ക്ക് ശേഷം ഒക്കെ ഉള്ള എഴുത്തുകാരുടെ പുതുതലമുറ എഴുത്തുകാർ, ജെയിംസ് നീഡ് എന്നൊക്കെ പറയുന്ന എഴുത്തുകാർ വലിയ ശക്തമായ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ജെയിംസ് നീഡ് എന്ന് പറയുന്നൊരു ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരനുണ്ട്. ഇദ്ദേഹം മരിച്ചുപോയി, കുറച്ച് 80 മരിച്ചുപോയി, ചെറുപ്പക്കാരനായിട്ട് തന്നെ മരിച്ചുപോയി. ഇതിനൊക്കെ ശേഷം ഇപ്പം വരുന്ന പല തരത്തിലുള്ള ചെറിയ ഗ്രന്ഥങ്ങളിലൊക്കെ വരുന്ന ഇതിന് തുല്യമായ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും എഴുതുന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് തോന്നിയിരുന്നത്. അതെനിക്ക് പറയാനുള്ളത്. ആ അർത്ഥത്തിൽ കുറച്ച് വർത്തമാനമാണ്, പക്ഷേ നമ്മുടെ ഭാവിയെ പറ്റിയുള്ളത് ഒരു കാഴ്ചപ്പാടാണ് ഇതിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം.